കണ്ഠര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാകും. തന്ത്ര വിദഗ്ധ സമിതിയുടെ അഭിപ്രായം പരിഗണിച്ചാണ് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി. പ്രശാന്ത്, ഇടയ്ക്ക് ചില വിവാദങ്ങൾ ബ്രഹ്മദത്തനെ തന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബ്രഹ്മദത്തൻ തന്ത്രിയാവട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡ് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര് രാജീവര് പ്രതിയായതുകൊണ്ടാണ് അദ്ദേഹം മകന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഒരു വിവാദമുണ്ടായത്. എന്തായാലും ദേവസ്വം ബോർഡ് ആ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഒരു തന്ത്ര വിദഗ്ധരുടെ സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി ബ്രഹ്മദത്തന് തന്ത്രിയാകാനുള്ള യോഗ്യതകളുണ്ടെന്നും തന്ത്രത്തിൽ പരിജ്ഞാനമുണ്ടെന്നുമുള്ള ശുപാർശയാണ് നൽകിയത്. ഈ കൂടി പരിഗണിച്ചാണ് ഇന്ന് ചേർന്ന ദേവസ്വം ബോർഡ് ശബരിമല താന്ത്രിക ചുമതലകൾ കണ്ഠര് ബ്രഹ്മദത്തന് നിർവഹിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. അതായത് ശബരിമലയിൽ പുതിയ തന്ത്രിയായി ബ്രഹ്മദത്തൻ ചുമതലയേൽക്കും. ചിങ്ങം 1 മുതൽ അടുത്ത കർക്കടകം 31 വരെയാണ് താഴമൺ മഠം കണ്ഠര് ബ്രഹ്മദത്തനെ നിയോഗിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ പ്രസിഡന്റ് കെ ജയകുമാറിന് പുറമെ അംഗങ്ങളായ കെ രാജുവും അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാറും പങ്കെടുത്തു. ഈ 2 അംഗങ്ങളും പ്രസിഡന്റിന്റെ ഈ തീരുമാനത്തോട് അല്ലെങ്കിൽ ബ്രഹ്മദത്തനെ പുതിയ തന്ത്രിയാക്കുന്നതിനോട് യോജിക്കുകയാണ് ചെയ്തത്. കണ്ഠര് ബ്രഹ്മദത്തൻ ഇവിടെ തന്ത്രവിദ്യ ഇപ്പോഴും കഴിഞ്ഞ 3 വർഷമായി തന്ത്രവിദ്യ പഠിക്കുന്നുണ്ടെന്നും താന്ത്രിക അറിവ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുമാണ് 3 അംഗ സമിതി കഴിഞ്ഞ ദിവസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിച്ചത്. ഏതായാലും ഈ തീരുമാനമെടുത്ത ദേവസ്വം ബോർഡ് അടുത്ത ദിവസം ഹൈക്കോടതിയെ പുതിയ തന്ത്രിയായി ബ്രഹ്മദത്തനെ നിയമിക്കാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയും ചെയ്തു. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ഠര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാകും.